ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള നയം രൂപീകരിച്ച് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ പുനരധിവാസം, സമഗ്രക്ഷേമം അതെല്ലാം ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ നയത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാഭിരുചിയും സർഗാത്മകതയും പരിപോഷിപ്പിക്കാനും പൊതുസമൂഹത്തിൽ അവരുടെ ദൃശ്യതയും സാന്നിധ്യവും വർദ്ധിപ്പിക്കാനും സാമൂഹ്യനീതി വകുപ്പ് വിവിധ പദ്ധതികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെ വർണ്ണാഭമായ നിലയിൽ വിപുലമായ പങ്കാളിത്തത്തോടെ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് കഴിഞ്ഞ 3 വർഷങ്ങളിലും മികവാർന്ന നിലയിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. വർണ്ണപ്പകിട്ട് എന്ന ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ ഈ വർഷത്തെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുകയാണ്. മാർച്ച് 16, 17 തീയതികളിലാണ് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കലോത്സവത്തിൽ വളരെ ശ്രദ്ധേയമാകേണ്ടുന്ന ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെടുത്തി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അനന്യം എന്ന പേരിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ മാത്രമായ ഒരു കലാട്രൂപ്പ് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. വർണ്ണപ്പകിട്ട് കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അനന്യം എന്ന ട്രാൻസ്ജെൻഡർ കലാട്രൂപ്പിൻ്റെ ആദ്യ അവതരണം നടക്കുന്നതാണ്. തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലും മറ്റ് സ്ഥിരം വേദികളിലും ഈ കലാട്രൂപ്പിന് അവതരണം സാധ്യമാക്കുന്നതിനുള്ള യോജിച്ചുള്ള പരിശ്രമം ഉറപ്പാക്കും. ഒരാൾ പുറത്തു നിന്നോളൂ.